लिए भी हैं। फिर क्या 2 बजे तक के लिए स्थगित की जाती है। 11 മാസം നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിലാണ് പ്രതികൾ പാർലമെന്റ് അതിക്രമം നടപ്പിലാക്കിയത്. പിടിയിലായ 5 പേരെയും പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. UAPAയ്ക്ക് പുറമെ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കടക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ വകുപ്പുകൾ കൂടെ ചുമത്തിയിട്ടുണ്ട്. എന്നാൽ പദ്ധതിക്ക് പിന്നിലെ മുഖ്യ ആസൂത്രകനെ ഇതുവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ലളിത് ഝായെ പറ്റി അവസാനമായി വിവരം ലഭിച്ചത് രാജസ്ഥാനിലെ നീരാംനയിൽ നിന്ന്. പാർലമെന്റ് അതിക്രമത്തിന് ഡിസംബർ 13 എന്ന തീയതി നിശ്ചയിച്ചതും ഇയാളെന്ന് പോലീസ് പറയുന്നു. ലളിതിനെ പിടികൂടിയാൽ അതിക്രമത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. പിടിയിലായ 4 പേരുടെയും ഫോൺ കൈവശമാക്കിയ ശേഷമാണ് ലളിത് ഝാ രക്ഷപ്പെടുന്നത്. 11 മാസം നീണ്ട പ്ലാനിങ്ങിനൊടുവിൽ മറ്റ് 5 പേരെയും ഏകോപിപ്പിച്ച് ഡൽഹിയിലേക്ക് എത്തിച്ചത് ലളിത് ഝായാണ്. പ്രതികളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, പ്രതിഷേധങ്ങളോ റാലികളോ ഉൾപ്പെടെയുള്ള മുൻകാല പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്കാളിത്തം തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പാർലമെന്റിനകത്തെ സുരക്ഷാ വീഴ്ചയിലും നടപടി ഉണ്ടായിരിക്കുന്നു. 8 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായി പാർലമെന്റ് സെക്രട്ടേറിയറ്റ് അറിയിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ ലോക്സഭയിലെ സന്ദർശക ഗാലറി MP-മാരുടെ ഡയസിരിക്കുന്ന ഭാഗവുമായി ഗ്ലാസ് വെച്ച് മറച്ചിട്ടുണ്ട്. ഷൂസുകൾ, ബൂട്ടുകൾ എന്നിവ പരിശോധിച്ചും കർശനമായ ദേഹപരിശോധന നടത്തിയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.